ഹായ് ഗൈസ്. സോ ഇന്ന് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്ന ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ അത്യാവശ്യം ഇൻഡെപ്തുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ പേരാണ് വേരിയബിൾ ഷാഡോയിങ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഞാനൊരു കോഡ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സോ ഈ കോഡ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത പോർഷൻ കോഡ് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. സോ ഇത് റൺ ചെയ്താൽ ബ്രൗസറിൽ ഒരു അലർട്ട് കിട്ടും. അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് കോപ്പി ചെയ്യാം. ഞാനൊന്ന് റൺ ചെയ്തിടാം ഇവിടെ. ഓക്കെ, ഞാൻ റൺ ചെയ്തു. നിങ്ങൾ വിചാരിച്ച ഔട്ട്പുട്ട് തന്നെയാണോ കിട്ടിയത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൽ മാത്സ് ആണ് പ്രിൻ്റ് ചെയ്തത്, മനു അല്ല പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റീസണും കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, നമ്മുടെ കോഡ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. നമ്മൾ രണ്ടിടത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസർ നെയിം യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഓക്കെ, ഞാൻ തിരിച്ചിരിക്കണം. സോ ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇവിടെയും മുകളിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. സോ രണ്ടിടത്ത് നമ്മളിവിടെ യൂസർ നെയിം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ആക്ച്വലി ഈ രണ്ടിടത്ത് യൂസർ നെയിം ഡിഫൈൻ ചെയ്തപ്പോൾ എറർ വരേണ്ടതല്ലേ എന്നുള്ളത്. നോർമലി അതാണ്, പക്ഷേ സെയിം ലെവലിലാണെങ്കിൽ വേരിയബിൾ രണ്ട് തവണ ഡിക്ലെയർ ചെയ്യുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് അത് അലൗ ചെയ്യില്ല, അത് എറർ അടിക്കും. എക്സാമ്പിൾ ഇപ്പോൾ രണ്ട് ഒരേ ലെവലിൽ അടിക്കുകയാണെങ്കിൽ, ഒരേ ലെവലിൽ നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇത് എററാണ്, ഇത് സമ്മതിക്കില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഇത് സെയിം സ്കോപ്പിലാണ് രണ്ടും, അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഡിക്ലറേഷനാണ് ഇവിടെ എറർ വരുന്നത്. പക്ഷേ നമ്മുടെ ഈ ഫസ്റ്റ് എക്സാമ്പിൾ, നമ്മുടെ ഇവിടുത്തെ കേസിൽ എന്താ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ എറർ എടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ രണ്ട് സ്കോപ്പാണ്. ഇത് ലോക്കൽ സ്കോപ്പും ഇത് ഗ്ലോബൽ സ്കോപ്പും. ഈവൻ ദോ സെയിം വേരിയബിൾ നെയിമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനെ നമ്മൾ ലോക്കൽ സ്കോപ്പും ഇതിനെ നമ്മൾ ഗ്ലോബൽ സ്കോപ്പും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതിനാണ് നമ്മൾ എന്താ പറയുക ജാവാസ്ക്രിപ്റ്റ് ഷാഡോയിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇത് ആക്ച്വലി ചെയ്യുന്നത്. നമുക്കിത് നോക്കാം എന്താണെന്നുള്ളത്. സോ ഇനീഷ്യലി നമുക്ക് ഗ്ലോബൽ വേരിയബിൾ ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ യൂസറിനെ മാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് സ്ക്രിപ്റ്റിൻ്റെ ഗ്ലോബൽ ലെവലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ യൂസർ നെയിം കൊടുത്തത് നെയിം എന്ന് പറഞ്ഞ് നമ്മൾ വരുന്ന ഇവിടെ പാരാമീറ്റർ എന്ത് നെയിമാണോ എന്ന് വെച്ചാൽ അത് നമ്മളിവിടെ അസൈൻ ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലത്തെ യൂസർ നെയിമിൽ നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് ഫംഗ്ഷൻ്റെ അകത്തായതുകൊണ്ട് ഇതിൻ്റെ സ്കോപ്പ് എന്തായി, ഇതിൻ്റെ ലോക്കൽ സ്കോപ്പായി. സോ മുകളിലത്തെ ഗ്ലോബൽ സ്കോപ്പും ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് ലോക്കൽ സ്കോപ്പുമാണ്. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ഫംഗ്ഷൻ്റെ അകത്ത് ഒരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ. എന്നിട്ട് അതിൻ്റെ പേര് അതിന് തന്നെ യൂസർ നെയിം തന്നെ കൊടുക്കും. ഇതേ പേരിനാണ് ഇവിടെ യൂസർ നെയിം കൊടുക്കുന്നത്. ഓക്കെ, പക്ഷേ ഇത് ഗ്ലോബൽ വേരിയബിളിനെ ഓവറൈറ്റ് ഒന്നും ചെയ്യില്ല. ഗ്ലോബലായിട്ട് വേരിയബിൾ അത് അങ്ങനെ തന്നെ ഉണ്ടാവും, ഫംഗ്ഷൻ്റെ ഉള്ളിലത്തെ വേരിയബിളും അതുണ്ടാവും. രണ്ട് കോഎക്സിസ്റ്റ് ചെയ്യും ഒരേ സമയത്ത്. ഓവറൈറ്റ് ഒന്നും ചെയ്യില്ല, ഗ്ലോബൽ വേരിയബിൾ ടച്ച് ചെയ്യില്ല എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. എന്നിട്ട് ഫംഗ്ഷൻ്റെ പുറത്ത് അത് ഗ്ലോബൽ വേരിയബിൾ ഫംഗ്ഷൻ്റെ പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റും, ഇത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഇനി ഫംഗ്ഷൻ്റെ ഉള്ളിലെ യൂസർ നെയിം അത് ഷാഡോ ചെയ്യുന്നു ഗ്ലോബൽ വേരിയബിളിനെ. സോ ബേസിക്കലി എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രയോറിറ്റി ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലത്തെ യൂസർ നെയിമാണ് എടുക്കുന്നത്. സോ ഫംഗ്ഷൻ്റെ പുറത്തുള്ള ഗ്ലോബൽ വേരിയബിളിനെ അത് ടച്ച് ചെയ്യുന്നില്ല. ഇതിനെ ഷാഡോ ചെയ്ത് വെച്ചിട്ട് ഇതിനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഈ യൂസർ നെയിമിനെ ഷാഡോ ചെയ്ത് വെച്ചിട്ട് ഇതിനെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ കാണിക്കുക ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ്റെ ഉള്ളിലത്തെ ലോക്കൽ സ്കോപ്പിൽ സംഭവിക്കുന്നത്. ഓക്കെ, പക്ഷേ അത് ഗ്ലോബൽ വേരിയബിളിനെ ഞാൻ പറഞ്ഞു ഡിസ്ട്രോയ് ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യുന്നില്ല, അത് ടച്ച് ചെയ്യുന്നില്ല ഗ്ലോബൽ വേരിയബിളിനെ. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇതേ പേരായതുകൊണ്ട് ഇതിനെ തന്നെ ആക്സസ് ചെയ്ത് ഇതിനെ തന്നെ മോഡിഫൈ ചെയ്യുന്നു മാത്രം. ഇത് പുതിയ വേരിയബിളാണ് എടുക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ്റെ അകത്തത് ലോക്കലായി മാറും. ആക്ച്വലി ഇതേ വേരിയബിൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ലോക്കലായിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഫംഗ്ഷൻ്റെ അകത്ത് ജാവാസ്ക്രിപ്റ്റിൻ്റെ യൂസർ നെയിം എന്ന് കാണുമ്പോൾ ആദ്യം ഫംഗ്ഷൻ്റെ ലോക്കൽ സ്കോപ്പാണ് അത് ചെക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ, ഫംഗ്ഷൻ്റെ ലോക്കൽ സ്കോപ്പിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അത് കിട്ടിയാൽ ബേസിക്കലി അത് തന്നെ യൂസ് ചെയ്യും. ഇപ്പോൾ അത് ഇതിൽ യൂസർ നെയിം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളിലെ യൂസർ നെയിം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അത് യൂസ് ചെയ്യും. ഇൻ കേസ് ഇതിൽ യൂസർ നെയിം നമ്മൾ ഈ യൂസർ നെയിം ചെക്ക് കണ്ടില്ല, ഇത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ യൂസർ നെയിം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ജാവാസ്ക്രിപ്റ്റ് ഫോൾ ബാക്ക് ചെയ്തിട്ട് ഗ്ലോബൽ വേരിയബിളിലേക്ക് ചെക്ക് ചെയ്യും. അപ്പോൾ ഗ്ലോബൽ വേരിയബിൾ യൂസർ നെയിം ഉണ്ട്, അത് പ്രൊസീഡ് ചെയ്യും. നമ്മുടെ കേസിൽ ഇവിടെ യൂസർ നെയിം ഉള്ളത് കൊണ്ട് ഈ യൂസർ നെയിമാണ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു ഗ്രേറ്റ് യൂസർ മാക്സ് എന്ന് വിളിച്ചപ്പോൾ, നമ്മളിവിടെ വിളിച്ചു മാക്സ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ വേരിയബിളിൽ യൂസർ നെയിം മാക്സ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മാക്സ് കൊടുത്തു, ആ മാക്സ് ഇവിടെ യൂസർ നെയിമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അലർട്ട് ബോക്സിൽ കാണിക്കുന്നത് മാക്സ് ആണ്, അതുകൊണ്ട് മനു അല്ല. ആക്ച്വലി നമ്മളിവിടെ മനു കൊടുത്ത മനു അല്ല, ഇവിടെ വരുന്ന മാക്സ് ആണ്. ഈ മാക്സ് ഇവിടെ യൂസർ നെയിം സെറ്റ് ചെയ്തു, ഈ യൂസർ നെയിമിലാണ് ഇവിടെ ചെക്ക് കാണിക്കുന്നത്. പക്ഷേ ഈ ഗ്ലോബൽ വേരിയബിളിൽ ടച്ച് ചെയ്യുന്നില്ല അത്. ഓക്കെ, കാരണം സെയിം പേരാണെങ്കിലും അത് ടച്ച് ചെയ്യുന്നില്ല ഗ്ലോബൽ വേരിയബിളിൽ. ഇപ്പോൾ
ഓക്കെ. എന്നിട്ട് ഫംഗ്ഷൻ്റെ അകത്ത് അത് ഷാഡോ ചെയ്യുക, ഗ്ലോബൽ വേരിയബിൾ ഫംഗ്ഷൻ്റെ അകത്ത് ഷാഡോ ചെയ്യാണ്. സോ ഇതാണ് ജാവാസ്ക്രിപ്റ്റിലുള്ള വേരിയബിൾ ഷാഡോയിങ് ആക്ച്വലി. സോ ഒരേ പേരിലുള്ള ഗ്ലോബൽ വേരിയബിൾ ലോക്കൽ വേരിയബിളും ഉണ്ടെങ്കിൽ, ഒരേ പേരിലുള്ള വേരിയബിൾ ഗ്ലോബൽ സ്കോപ്പും ലോക്കൽ സ്കോപ്പും ആണെങ്കിൽ ലോക്കൽ വേരിയബിളിൻ്റെ എന്ന് വെച്ചാൽ ഗ്ലോബൽ വേരിയബിളിനെ അത് ഷാഡോ ചെയ്യും. അതാണ് സംഭവിക്കുന്നത് ഇവിടെ. ഈ ലോക്കൽ വേരിയബിൾ ഈ ഗ്ലോബൽ വേരിയബിളിനെ ഷാഡോ ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. രണ്ടും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യും. അതൊന്നും ഓവറൈറ്റ് ആവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഓവറൈറ്റ് ആവില്ല. ജാവാസ്ക്രിപ്റ്റിൻ്റെ സെർച്ച് ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ലോക്കൽ സ്കോപ്പിൽ ആദ്യം സെർച്ച് ചെയ്യും, ഫംഗ്ഷൻ്റെ അകത്ത് നോക്കും ഈ യൂസർ നെയിം ഉണ്ടോ എന്നുള്ളത്, ക്രിയേറ്റ് ചെയ്തണം, ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ഗ്ലോബൽ സ്കോപ്പിൽ നോക്കും. ഓക്കെ, പുറത്തേക്ക് നോക്കിയിട്ട് ഗ്ലോബൽ സ്കോപ്പിൽ ചെക്ക് ചെയ്യും യൂസർ നെയിം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് ഷാഡോയിങ് ജാവാസ്ക്രിപ്റ്റിൽ ഒരു എററല്ല, പക്ഷേ ഇത് ഇത്തിരി എന്താ പറയുക ശ്രദ്ധയോടൊക്കെ യൂസ് ചെയ്യണം ആക്ച്വലി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ വരും, ഏത് വേരിയബിൾ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാണ്ടായിരിക്കും. സോ അതാണ് ജാവാസ്ക്രിപ്റ്റിലെ വേരിയബിൾ ഷാഡോയിങ് എന്ന കൺസെപ്റ്റ് ഞാനത് ഗോ ത്രൂ ചെയ്തത്. ഇത് സ്കോപ്പ് കൺസെപ്റ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ആയതുകൊണ്ടാണ് ഞാനിവിടെ സെപ്പറേറ്റ് ഫയൽ ഇട്ടിട്ട് ഇന്നേക്ക് ഗോ ത്രൂ ചെയ്ത് കാണിച്ചത്. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ആസ് യൂഷ്വൽ ഡൗട്ട്സും ഇത് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് പുറത്ത് റിസോഴ്സസ് ഉണ്ട്, അത് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ ക്ലാരിറ്റി കിട്ടിയില്ല അല്ലെങ്കിൽ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പുറത്ത് റിസോഴ്സസ് വെച്ച് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.